അയ്യോ, നല്ല രസമുണ്ട് കാണാൻ. എങ്ങനെയെങ്കിലും നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. ഉം. ആ, വേറെ വഴിയിലൊന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ ശരിയാക്കി തരാം. ഐഡിയ. ചായ എടുത്തോണ്ട് വാ. ഒരു മിനിറ്റ് മാഡം, ഇപ്പൊ കൊണ്ടുവരാം. ഒന്ന് വേഗം കൊണ്ടുവാ. കൊണ്ടുവരാം മാഡം. രാജു, ഇതാ വന്നു മാഡം. ചായ കൊണ്ടുവാ. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? ഇതാ മാഡം ചായ. എന്താടാ ഇന്ന് സുന്ദരനായിട്ടുണ്ടല്ലോ. നീ കുളിച്ചായിരുന്നോ? അതെ മാഡം. അതാ ഇത്രയ്ക്ക് ഭംഗി. ചായ എങ്ങനെയുണ്ട് മാഡം? കൊള്ളാവോ? നിക്ക്, കുടിച്ചിട്ട് പറയാം. കൊള്ളാം. എന്താ മാഡം ഇതൊക്കെ? ഒന്നുമില്ലടാ, വെറുതെയാ. ഇതൊന്നും വേണ്ട മാഡം. ശരി ശരി, നീ ചെന്ന് നിന്റെ ജോലി നോക്ക്. ഇവനെന്താ ഇങ്ങനെ? എന്ത് ചെയ്തിട്ടും ഇവന് മൂഡ് കേറുന്നില്ല. ഹോ, നമ്മള് തന്നെ മൂഡ് വരുത്തണം. രാജു മാഡം, ഒന്നിവിടെ വന്നേ. അതാ വന്നു മാഡം. പറയൂ മാഡം. ഇരിക്കടാ. ശരി മാം. അവിടെ അല്ലടാ, ഇവിടെ വന്നിരിക്കെ. ഇവിടെ മേലെ കേറിയിരിക്കാനാ പറഞ്ഞ്. എണീറ്റ് വാട രാജു. ഇവിടെ ഇരിക്കെ. ഇനി പറ രാജു, നീ ഏതുവരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ. ഓഹോ, തോറ്റുപോയി മാഡം. നിനക്ക് വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോ? ഇല്ലെന്നേ. അങ്ങനെയാണോ? അതെ മാഡം. ഓക്കേ. എന്റെ പേരെന്താന്നറിയോ നിനക്ക്? കവിതയല്ലേ? അത് തന്നെ, കവിത എന്ന് വിളിച്ചാ മതി. നിങ്ങൾ എന്നെക്കാളും മൂത്തവരല്ലേ, നിങ്ങൾ എങ്ങനെ പേര് പറഞ്ഞു വിളിക്കുക? വലിയവരെന്താ ചെറിയവരെന്താ, നമ്മള് രണ്ടാളും ഫ്രണ്ട്സ് അല്ലേ. എന്നെ നീ പേരെടുത്ത് വിളിച്ചാ മതി, മനസ്സിലായോ? അടുത്തോട്ട് വാ. രാജു, എന്തെടുക്കുക? കുളിക്കാൻ പോവുകയാണോ? അങ്ങനെ എന്നും കുളിക്കണം, ഫ്രഷ് ആയിട്ടുണ്ടാവണം. ഞാൻ ഓൾറെഡി കുളിച്ചു മാഡം. വീണ്ടും ഒന്നുകൂടെ കുളിക്കുന്നേ? എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടെ കുളിച്ചൂടെ? ഫ്രഷ് ആകും തോറും എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും. കുളി കഴിഞ്ഞ് പെർഫ്യൂമും അടിച്ച് എന്റെ റൂമിലേക്ക് വാ. ശരി, വന്നേക്കാം മാഡം. എടാ രാജു, എത്ര നേരായടാ? ഒന്ന് വേഗം വാ. എന്താ ഇവൻ ഇങ്ങനെ? ഒന്ന് വേഗം വാ രാജു. എന്താ മാഡം? ഞാൻ വന്നില്ലേ? പറയൂ മാഡം. അടുത്തോട്ട് വാ. അങ്ങനെ ദൂരത്തിരുന്ന എങ്ങനെയാ? അടുത്തോട്ട് വാ. വാന്ന്. കുറച്ചുകൂടി അടുത്തോട്ട് വാ. കുറച്ചുകൂടി വാ. രാജു, വാ, എന്റെ തോളില് ചാരിയിരുന്നേ. അതൊന്നും വേണ്ട മാഡം. എന്നും ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ. എനിക്കിതിൽ താല്പര്യമില്ല മാഡം. ഞാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ പോയേക്കാം. നീ എങ്ങാനും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ എന്റെ വീട്ടിൽ നിന്ന് കട്ടെടുത്തെന്നും പറഞ്ഞേ പ്രകാശനോട് പറഞ്ഞേക്കും. പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്ത് ജയിലിൽ പറഞ്ഞയക്കും. നിന്റെ അച്ഛനും അമ്മയും ഒന്നും നിന്നെ വീട്ടിൽ ചേർക്കത്തില്ല. എന്താ, സമ്മതാണോ?
നീ ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരാം, നിന്റെ വീട്ടിലേക്ക് ശമ്പളവും അയക്കാം, നിനക്ക് സന്തോഷമായിരിക്കാം. മനസ്സിലായോ? ജയിലിലേക്ക് പോകുന്നോ അതോ സന്തോഷത്തോടെ ഇരിക്കുന്നോ? വാ, വന്ന് തോളിച്ചാരടാ, വാടാ. രാജു, മാഡം, അയ്യോ ഒന്ന് വേഗം വാടാ. ദേ വന്നു മാഡം. കഴിക്കാൻ വന്നിരിക്കേ. ഇല്ല മാഡം, ആദ്യം നിങ്ങൾ കഴിക്കുന്നേ. എനിക്ക് നിങ്ങൾ പ്ലേറ്റ് വെച്ച് തന്നാൽ മതി, ഞാൻ പുറത്തു പോയി കഴിച്ചോളാം. എടാ രാജു, ഇന്നു മുതൽ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്റെ കൂടെയാ കഴിക്കേണ്ടത്. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിത്തരാം. വയറ് നിറച്ചും കഴിക്ക്. നീ ജോലി ചെയ്തില്ലേലും വേണ്ടില്ല. വാ, വന്നിരിക്കേ. ഇരിക്കാനല്ലേ പറഞ്ഞ്? ഇരിക്ക്, ഇവിടെ ഇരിക്ക്. സന്തോഷത്തോടെ ഇരിക്കടാ. നന്നായി കഴിക്കണം. ഞാൻ വിളമ്പിത്തരാം, നീ കഴിക്ക്. ആദ്യം നിങ്ങൾ നീ കഴിക്കുന്നേ. കഴിക്ക്. വേണ്ട മാഡം, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. എന്താ, ഞാൻ വായെ തരണോ? മാഡം, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് മാഡം. എന്താ, വായയിൽ തരുന്നതൊരു തെറ്റാണോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതല്ല മാഡം, നമ്മൾ ബെഡിൽ ചെയ്യുന്നില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞതാ. എന്റെ വയസ്സെന്താ, നിങ്ങളുടെ വയസ്സെന്താ? ഇത് ആരെങ്കിലും അറിയുവാണെങ്കിൽ ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മാഡം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇതൊന്നും ഒരു തെറ്റല്ല. നിനക്കിതൊക്കെ പുതിയതല്ലേ, അതുകൊണ്ട് തോന്നുന്നതാ. കുറച്ച് ദിവസമായി കഴിഞ്ഞാ നീ ഇത് ഇങ്ങോട്ട് വന്ന് വേണോന്ന് പറയും. ഈ കാര്യം ഞാനും ആരോട് പറയില്ല, നീയും ആരോട് പറയില്ല. പിന്നെ എല്ലാരും എങ്ങനെ അറിയാനാ? മാഡം, ഞാൻ ഈ നാട്ടിലേക്ക് ചെയ്യാൻ വേണ്ടിയില്ല മാഡം വന്നത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിലേക്ക് കാശ് അയക്കാൻ വേണ്ടി വന്നതാണ്. നിന്നോട് ആരാ അയക്കേണ്ടെന്ന് പറഞ്ഞത്? ഇന്നു മുതൽ നിന്റെ ശമ്പളം ഡബിൾ ആക്കിയേക്കാം. സന്തോഷത്തോടെ അയക്കേ. അങ്ങനെ വരുന്ന കാശ് എനിക്ക് വേണ്ട മാഡം. ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോയേക്കാം മാഡം. പ്ലീസ് മാഡം, എന്നെ പറഞ്ഞേക്കൂ. ഇവൻ വഴിക്ക് വരുമെന്ന് തോന്നുന്നില്ല. ശരി, കഴിക്ക്. എന്നിട്ട് നാട്ടിൽ പോക്കോ. ആദ്യം കഴിക്ക്. താങ്ക് യു മാം. മാഡം, ഞാൻ നാട്ടിൽ പോവാണ് മാഡം. എടാ, ഇവിടെ വാ. ഇവിടെ ഇരി. എന്താ മാഡം? ഇരിക്കാനാ പറഞ്ഞ്. ഇരിക്കടാ. ഒന്നും കഴിക്കാതെ എങ്ങനെ പോവാനാ? ആ പാലെങ്കിലും കുടിച്ചിട്ട് പോ. ആ ബാഗ് അവിടെ വെക്ക്. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും കഴിച്ചോളാം മാഡം. സാരില്ല മാം. അയ്യോ ദൈവമേ, നമ്മൾ രണ്ടാളിപ്പോ ഫ്രണ്ട്സ് അല്ലേ? അവസാനായി ഞാൻ തരുന്ന പാല് കുടിക്ക്. എന്നിട്ട് നീ പൊയ്ക്കോ. ശരി മാഡം. ഇന്നാ ഈ പാല് കുടിക്ക്. ഞാനിത് കുടിച്ചാല് നാട്ടിലേക്ക് പോകല മാഡം. തീർച്ചയായും. ശരി മാഡം, നിങ്ങൾക്ക് വേണ്ടി കുടിക്കാം. ഇതെന്താ മാഡം പാൽ ഇങ്ങനെയുള്ളത്? എന്താ മാഡം തലയിൽ ഇങ്ങനെ മെല്ലെ കറങ്ങുന്ന പോലെയല്ലോ. ഈ പാല് നിങ്ങൾ എന്താ മിക്സ് ചെയ്തേ? ഇതെന്താ തല കറങ്ങുന്നത്? നിങ്ങൾ എന്താ മാഡം ഇതിൽ മിക്സ് ചെയ്തത്? തൊണ്ടയൊക്കെ എഴുതിച്ചു വയ്യ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തി പിടിച്ച മാഡം?
ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ നല്ലവരല്ല മാഡം. അതേടാ, അത് വിഷം തന്നെയാ. നീ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചു. ഇവിടെ സംഭവിച്ചത് നീ പുറത്തുപോയി പറഞ്ഞാൽ എന്റെ മാനം പോവില്ലേ? അതുകൊണ്ടാണ് ഈ പാലിൽ വിഷം കലർന്നത്. സമാധാനത്തോടെ ഉറങ്ങ്. എന്റെ വീട്ടിൽ അടിമയെ പോലെ ഇരിക്കും. നിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ കണ്ടോളാം. നിങ്ങൾ തെറ്റ് ചെയ്തു മാഡം. നിങ്ങൾ ചെയ്തത് ശരിയായില്ല. എന്തിനാ നിങ്ങൾ ചെയ്ത്? ഈ ജന്മത്തിൽ അല്ലെങ്കിലും അടുത്ത ജന്മത്തെങ്കിലും നിങ്ങൾ അനുഭവിക്കും മാഡം.